ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൂന്നാറിലേക്കുള്ള ഒരു യാത്രയിലാണ്. അതിൻ്റെ ഒരു വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മളിതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കേട്ടോ മൂന്നാറിലേക്ക് പോകുന്നത്. ആദ്യത്തെ തവണ പോയപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഡാം, അതേപോലെയുള്ള വാട്ടർഫാൾസ്, അങ്ങനെയുള്ള ഗാർഡൻസ്, അങ്ങനെ കുറേ സംഭവങ്ങളാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് നമ്മൾ മൂന്നാറിലേക്ക് തന്നെ എത്തുന്നില്ല. അതിൻ്റെ ഒരു 10 കിലോമീറ്റർ മുന്നേയൊക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഇവിടെയാണ് നമ്മൾ ട്രക്കിങ്ങും അങ്ങനെയുള്ള കുറച്ച് കേവ്സ് അങ്ങനെയൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു വാട്ടർഫാൾസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. മൂന്നാറിലേക്ക് തന്നെ എത്തേണ്ട, അതിൻ്റെ ഒരു 10 കിലോമീറ്റർ മുന്നേറ്റാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അന്ന് പോയതല്ല, ഇന്ന് ഇപ്പോൾ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ എന്ന് പറയുന്നത്. ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ. കുറച്ച് ഉയരത്തിലാണ് ഈ ഒരു ഹോട്ടൽ ഉള്ളത്. പക്ഷേ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു മൂന്നാറിൻ്റെ ഒരുവിധം ഭംഗിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് മുകളിൽ ഇവിടുന്ന് ഉള്ളൊരു വ്യൂ ആണ്. ചുറ്റുപുറം ആ ഏരിയയുടെ ചുറ്റുപുറമുള്ള എല്ലാതും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. പ്രത്യേകിച്ച് മോർണിംഗൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാൻ അതിൻ്റെ മൊത്തം ഇത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടത് ഈ ഹോട്ടലിൽ നിന്നുള്ള ആ ഒരു കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇനി ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാനായിട്ട് പോവുകയാണ്. ഇവിടെ അടുത്തൊരു ബ്രിഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിപ്പോൾ അത്ര മഴയൊന്നും ഇല്ലാത്ത കാരണം കൂടുതൽ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും തൊട്ടടുത്തുള്ളൊരു ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മളത് കാണാനായിട്ടാണ് ആദ്യം നമ്മൾ ബ്രിഡ്ജ് കാണാനാണ് കേട്ടോ പോകുന്നത്. ഇതാ പോകുന്ന വഴിയാണിത്. നമ്മൾ നേരത്തെ ഹോട്ടലിൽ നിന്ന് കണ്ട ആ ഒരു ഭാഗത്ത് കൂടെയാണ് കേട്ടോ പോകുന്നത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് കാണാം. നമ്മൾ ബ്രിഡ്ജിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ഇവിടെ ഏത് ഭാഗത്ത് കൂടെ പോകുമ്പോഴും മൊത്തം ഒരു ഗ്രീനറിയാണ്. എല്ലായിടത്തും നിറയെ പച്ചപ്പും ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതാണ് കേട്ടോ ആ പാലം എന്ന് പറയുന്നത്. ഒരു തൂക്കുപാലാണിത്. ഇതിൻ്റെ താഴെ കൂടെ റിവർ പോകുന്നുണ്ട്. അതിപ്പോൾ മഴ ഇല്ലാത്ത കാരണം കൂടുതൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ വെള്ളം ഇവർ പറയുന്നത് നല്ല മഴയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നിറയെ വെള്ളം പോകുമ്പോൾ താഴെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ഒരു ഉരുണ്ട കുറേ കല്ലുകൾ ഇങ്ങനെ വെള്ളം അതിങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോഴും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പോകുന്നത് അവിടെ കുറച്ചപ്പുറത്ത് തന്നെയായിട്ട് ഒരു ടൈഗർ കേവ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ടൈഗർ കേവാണ് കേട്ടോ. കുറച്ചുകൂടി മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ അവിടെയൊക്കെ വരുമ്പോഴും ഇതൊക്കെ കാണാനും. പക്ഷേ കുറച്ചും കൂടെ നമുക്ക് പേടിയാവും. ഇതിപ്പോൾ കുറച്ച് മഴയൊക്കെ പോയി ഒരു സമയമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും വെള്ളമൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ. എന്നാലും ആ ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. പോകുന്നത് ടൈഗർ കേവാണ് കേട്ടോ. ഇതാ ഇവിടുന്ന് അതൊരു ടിക്കറ്റ് എടുക്കണം. നമ്മളുടെ കൂടെ ഒരു ഗൈഡ് പോലെ ഒരാളും നമ്മളുടെ ഒപ്പം ഉണ്ടാവും കേട്ടോ. അവർ ഫോളോ ചെയ്തിട്ടാണ് അവർ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഞാൻ കേവ് എന്ന് വിചാരിച്ചപ്പോൾ ആദ്യം വിചാരിച്ച കുറേ ദൂരം ഇങ്ങനെ നടന്നു പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കേവ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളൊരു ടൈഗർ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കൂട്ടിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ അതുപോലെ ഒന്നല്ല കേട്ടോ. അത് അവിടേക്ക് പോകുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരുപാട്
ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ കാലൊക്കെ തെന്നി വീഴാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ മുന്നേ നമുക്ക് ഒരു ഗൈഡ് ഉണ്ടാവും കേട്ടോ, ഒക്കെ ഫോളോ ചെയ്ത് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഒരു ഗൈഡ് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഒരു പ്രശ്നമില്ല. ശരിക്കൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്ന പോലെ തന്നെയാണ്. കുറേ പാറയുടെ കല്ലുകളും ഒക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള യാത്ര എന്ന് പറയുന്നത്. ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഒട്ടും ടൈഗർ കേവ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് കുറച്ച് ദൂരം പോകാനുണ്ട്. പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കത് കൂടെ ഒരാൾക്ക് കടക്കാൻ പറ്റുമോ എന്നുള്ള പല സ്ഥലങ്ങളിലും ഇത് കൂടെ നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പല സ്ഥലങ്ങളിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നുള്ളത്. കാരണം അത്രയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതെങ്ങനെയാണ് ഇത് കൂടെ ടൈഗറൊക്കെ പോയതെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും കാണിച്ചു തരാം കേട്ടോ, ആൾക്കുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. വെയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ ആകെ ക്ഷീണിച്ചു കേട്ടോ. പക്ഷെ എന്നാലും നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പോകുന്ന വഴിക്കുള്ളത് ആ കുഞ്ഞു ചെറിയ ചെറിയ ഇഷ്ടം പോലെ കേട്ടോ, അതേപോലെയുള്ള ചെറിയ ചെറിയ വാട്ടർഫോൾസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ ട്രക്കിങ്ങൊക്കെ ആയിട്ട് ട്രക്കിങ്ങിനൊക്കെ നാളെയാണ് പോകുന്നത് കേട്ടോ. ഇത് പോകുന്ന വഴിക്കാണ്. ഇതിവിടെ കുറേ ആനകൾ ഇവിടുന്ന് വന്ന് വെള്ളം കുടിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ നമ്മൾ വന്നുകൊണ്ട് എന്താണെന്ന് അറിയില്ല, ആ സമയം വரைക്കും ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും ആനേനൊന്നും കാണാനായിട്ട് പറ്റിയില്ല. ഒരു കൂട്ടത്തോടെ ആനകൾ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് വെള്ളം കുടിച്ച് പോകുന്നതാണ് പറഞ്ഞത്. അതിന് വേണ്ടി നമ്മൾ ഒരുപാട് നേരം നോക്കി, പക്ഷേ പിന്നെ വരാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നാളെയാണ് നമ്മുടെ ട്രക്കിങ്ങിനൊക്കെ ആയിട്ട് നാളെയാണ് പോകുന്നത്. അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.